സുരേഷ് നേരത്തെ ചോദിച്ച പ്രവാസ ലോകത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർക്ക് എത്രത്തോളം അവർ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു നാട്ടിലേക്ക് എത്താൻ. പക്ഷേ യുദ്ധത്തിന്റെ സാഹചര്യം നമുക്കറിയാം, അതാണ് മാറ്റിമറിക്കപ്പെട്ടത്. ഏകദേശം എത്രത്തോളം കണക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം പേർക്ക് നാട്ടിലേക്ക് എത്താൻ ഈ പ്രതിസന്ധിക്കിടയിലും ഇത്രയും വലിയ കാശ് കൊടുത്ത് ടിക്കറ്റ് ഫെയറൊക്കെ കൊടുത്ത് നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ബാക്കിയുള്ളവരുടെയൊക്കെ ഒരു കണക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദിവിഷ്, പ്രതീക്ഷ, ഇപ്പോൾ 2,23,558 പ്രവാസി വോട്ടർമാരാണ് ഗൾഫ് രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലുമായി ഇത്തവണ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളത്. അതിൽ തന്നെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 16,002 വോട്ടർമാരുള്ള കുറ്റ്യാടിയുണ്ട്. തൊട്ട് താഴെ 12,424 വോട്ടർമാരുള്ള കുന്ദമംഗലം നാദാപുരമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അത്രയധികം വോട്ടർമാരുള്ള മണ്ഡലങ്ങളുണ്ട്. ഏതാണ്ട് ഒരു 47 മണ്ഡലങ്ങളിലാണ് 1000-ലധികം വോട്ടർമാരുള്ളത്. 100-ൽ കുറവ് വോട്ടർമാരുള്ള മണ്ഡലം എന്ന് പറയുന്നത് ആകെ സംസ്ഥാനത്ത് 10 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ 100-ൽ കുറവ് വോട്ടർമാരുള്ള മണ്ഡലം. അതിൽ തന്നെ തിരുവനന്തപുരത്ത് കോവളം അല്ലെങ്കിൽ അങ്ങനെയുള്ള പാറശാല പോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പീരുമേട്, ഇടുക്കി, പാലക്കാട്, ചിറ്റൂർ പോലുള്ള സ്ഥലങ്ങൾ, അങ്ങനെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പ്രവാസി വോട്ടർമാർ വലിയൊരു സ്വാധീനമല്ലാത്തതായിട്ട് നിൽക്കുന്നുള്ളൂ. മറ്റെല്ലാ മണ്ഡലങ്ങളിലും 1000-ന്റെ അടുത്ത് വോട്ടർമാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് സാധാരണ വോട്ട് ചെയ്യാൻ വരുന്നതിൽ അതിന്റെ ഒരു പകുതിക്ക് താഴെ ആളുകൾക്ക് പോലും ഇത്തവണ വോട്ട് ചെയ്യാൻ എത്താൻ കഴിയില്ല. കാരണം നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ ദമാമിൽ നിന്നുള്ള ആളുകൾ, അല്ലെങ്കിൽ മസ്കറ്റിൽ നിന്ന്, ബഹ്റൈനിൽ നിന്നുള്ള ആളുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ 1 ലക്ഷത്തിന്റെ അടുത്ത് വൺ വേ ടിക്കറ്റാണ്. 1 ലക്ഷം എന്ന് പറയുമ്പോൾ UAE-യിൽ നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 3,500 ദിർഹം, 3,500 റിയാലൊക്കെ വരും. അപ്പോൾ അത്രയധികം പണം എന്ന് പറയുന്നത് സാധാരണ ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം 1-2 മാസത്തെ അവന്റെ ശമ്പളമാണ്. അത് വൺ വേ ടിക്കറ്റ് ആണ്. നേരത്തെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും പണം കൊടുത്തു പോയാൽ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് എപ്പോഴാണ് വരാൻ പറ്റുക എന്നറിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ പ്രവാസികൾ വ്യക്തിപരമായിട്ട് വരുന്നത് തീരെ കുറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, പ്രവാസി സംഘടനകൾ KMCC, ഇൻകാസ് അല്ലെങ്കിൽ OICC പോലുള്ള സംഘടനകൾ ചാർട്ടേഡ് വിമാനത്തിൽ കൊണ്ടുവരുന്നത് ഒരു 100, 150 160 പേരുള്ള ഒരു ബജറ്റ് വിമാനത്തിൽ, ഒരു ചാർട്ടേഡ് വിമാനത്തിൽ ഇത്തരത്തിൽ ആളുകളെ കൊണ്ടുപോകണമെങ്കിൽ 80 ലക്ഷമോ അതിലധികമോ കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായും അത്രയ്ക്ക് അധികം പണം നൽകിയിട്ട് ഒരു വിമാനം, മാത്രമല്ല വിമാനം പലപ്പോഴും ഇപ്പോൾ കിട്ടാനുമില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇവരെ കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള പ്രവാസി സംഘടനകൾക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും